ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു പണിയില്ലാത്തൊരു ദിവസമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ അമ്മമ്മയും കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങില്ല. പിന്നെ ആകെപ്പാടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കുറച്ച് വാഴയ്ക്കയാണ്. അപ്പോൾ വിചാരിച്ചു കടലമാവ് ഉണ്ടോ ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, വാഴയ്ക്ക ബജി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാഴയ്ക്ക ബജി ഉണ്ടാക്കുന്നത്, അറിഞ്ഞിട്ടൊന്നുമില്ല, യൂട്യൂബ് നോക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അറിവേറിയ എൻ്റെ അമ്മമ്മ പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങതാ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് ഞാനും ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ ഫോൾട്ടാണ്, അത് അപ്പുറത്ത് നിന്ന് അമ്മമ്മ കമൻ്റ് അടിക്കുന്നുണ്ട്. അത് കേട്ടാണ് ഞാൻ ചിരിക്കുന്നത്. പക്ഷേ ഞാൻ തോക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ കാണിക്കുക, ഇതങ്ങനെയാണോ ചെയ്യേണ്ടത്. വീണ്ടും വെട്ടിയിട്ട് ഇങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയാണോ ഓരോ പീസ് വെട്ടും തോറും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ വാഴയ്ക്കെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരു കൈയളവാണ്. കുറച്ച് കടലമാവും പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് അരിമാവ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും, പോരാത്തതിന് കുറച്ച് ഫുഡ് കളറും അമ്മുമ്മയുടെ ഒരു താല്പര്യപ്രകാരം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സോഡാപ്പൊടി, പെരുംജീരകം, പിന്നെ കായപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ കട്ടിക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. പിന്നെ തിളച്ച എണ്ണയിൽ നല്ല ഈ ഓരോ വാഴയ്ക്കായിട്ട് മുക്കുന്നു ഇടുന്നു അങ്ങനെ ഓരോ വാഴയ്ക്കായിട്ട് ഞാൻ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ ട്രയൽ മാത്രം കാണിച്ചിട്ട് അമ്മൂമ്മ നൈസ് സ്കൂട്ടായി ഗൈസ്. ഫുള്ളും തീർത്തിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചൊരു ഡയലോഗ്. എല്ലാം അമ്മമ്മമാരെയും സ്ഥിര ഡയലോഗാണ് ഗൈസ്. എന്തെന്നല്ലേ, നാളെ സമയം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നീ ഇതൊക്കെ ചെയ്യേണ്ടതാണ്, നീ ഇപ്പോഴേ ചെയ്ത് പഠിച്ചോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു തോന്നിപ്പോയി നിമിഷമായിരുന്നു ഗൈസ് അത്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല, കാരണം എനിക്ക് തോന്നിയതാണല്ലോ, അപ്പോൾ എനിക്ക് കഴിക്കണമല്ലോ, കാരണം എനിക്കത് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഫുള്ള് നിന്ന് എല്ലാം വാഴയ്ക്ക ബജിയും പൊരിച്ചെടുത്തു ഗൈസ്. ഫുൾ ഞാൻ പൊരിച്ചെടുത്ത് ലാസ്റ്റ് ഇട്ട് തിളച്ച് അത് പൊരിയാറായപ്പോൾ സുന്ദരി കുളിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ശരി ബാക്കി നിങ്ങൾ ചെയ്തു, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് കോഫിയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ അവരുണ്ടാക്കിയ കോഫിയും ഞാനുണ്ടാക്കിയ വാഴയ്ക്ക ബജിയായിട്ട് എൻ്റെ ഇന്നത്തെ ഒരു വൈകുന്നേരം അങ്ങനെ അങ്ങ് പോയി ഗൈസ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓയിലധികം കഴിക്കാത്തതുകൊണ്ടായിരിക്കും ഒരുമാതിരി ഒരു ഫീലിംഗ്, തലയൊക്കെ ഒരു പെരുപ്പ് പോലെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇരുന്ന് തിന്നും ഗൈസ്, കാരണം ഞാൻ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ എനിക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതിനുശേഷം കുറച്ച് ടാങ്ക് പൊടിയിട്ട് നമ്മളെ മാംഗോ അതൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.